അനിൽകുമാർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ AP അനിൽകുമാർ, ശശി തരൂർ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ആർക്കും പെട്ടെന്ന് തെരുവിൽ കണ്ടാൽ മനസ്സിലാകുന്ന ഒരാളെ ഇങ്ങനെ അറിയാതെ ചെയ്തു എന്ന് കരുതാനാകില്ല. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ വിദ്വേഷമുണ്ടോ ഈ ആക്രമണത്തിന് പിന്നിൽ, ശ്രീ അനിൽകുമാർ? അതിനകത്ത് എനിക്കതിന് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ അറിയില്ല. ഞാൻ അതിലെ പ്രതികളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശശി തരൂരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ശശി തരൂരാണ് കാരണത്ത് എന്ന് പറയുന്നു. അതോടൊപ്പം എന്റെ പേരും പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ചില രാഷ്ട്രീയം അതിനകത്തുണ്ട് എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായി ശശി തരൂരിനെ പോലെ ഒരാളെ നമ്മൾ കാരണത്ത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് എല്ലാവരും ചെയ്യുക. പക്ഷെ ഇത് ബോധപൂർവം ബ്ലോക്ക് ചെയ്യുകയും ഗവൺമെന്റിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം എന്റെ പേരും പരാമർശിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. പക്ഷെ അത് ആരാണ് പ്രതി എന്താണ് എന്ന് പറഞ്ഞ ശേഷം അത് പറയാൻ കഴിയും. പക്ഷെ ഏതായാലും ഒരു കാര്യം, ഇത്തരത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന, അതല്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾ തടഞ്ഞു നിർത്തുകയും ഗവൺമെന്റിനെ മർദ്ദിക്കുകയും കാറിന് പരിക്കേൽക്കുന്ന രീതിയിൽ അതിനകത്ത് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിപ്പോ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നല്ല, കേരളത്തിലെ ആരായാലും ഇത്തരത്തിലുള്ള നേതാക്കളായാലും അതുപോലെ സാധാരണ മനുഷ്യരായാൽ പോലും അതിനകത്ത് നേതാവെന്നോ മറ്റൊന്നുമില്ല. യാത്രക്കിടയിൽ ഇത്തരം കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നടുറോഡിൽ നടക്കുന്ന നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പൊ നടുറോഡിൽ വെച്ച് എന്തും ആകാവുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. സ്വാഭാവികമായി ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. പരമാവധി ആളുകളൊക്കെ അതുമായി സഹകരിക്കുന്നതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. വണ്ടൂർ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ അങ്ങനെ കടന്നു കയറാൻ ഒരു ഭയക്കേണ്ട അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നതിൽ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇടപെടൽ ആണ് എന്ന് വേണമോ ഇതിനെ മനസ്സിലാക്കാൻ? ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കാരണത്ത് ഇരിക്കുന്നു, അത് ഇവര് കാണുന്നു, അവരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഇന്റൻഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ നോർമലി നമുക്കറിയാം, നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ പോവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതല്ല നേതാക്കൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കിയിട്ട് അവരെ തടഞ്ഞിടുന്ന കൾച്ചറും നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നടുറോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കായാലും നേതാക്കൾക്കായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായ നടപടി, ആരാണ് എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് നോക്കാതെ അതിലെ പ്രതികൾ ആരാണ് അവരെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ ശശി തരൂരിന്റെ ഗവൺമെന്റ് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ദ്രുതഗതിയിൽ ഈ അന്വേഷണവും മറ്റു നടപടികളിലേക്കും കടക്കുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം ഇത്രയും സമയം കൊണ്ട് കിട്ടിക്കാണുമോ? അതോ പോലീസിനത് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്? അവിടെ ഇത് എന്തായാലും അവിടെ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് ആരാണെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ആ സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ വലിയ പ്രയാസം കാണില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ക്രിയാത്മകമായ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ തരൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഗൺമാന് ഉള്ള പരിക്ക് എത്തരത്തിലാണ്? കാരണം തരൂരിന് നേരെയാണ് ഈ അസഭ്യം പറയുക, ആക്രമിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തത്. പിന്നീട് ഗൺമാൻ ഇടപെട്ടുന്ന ഘട്ടത്തിലാണ് ആ ഗൺമാന് നേരെ തിരിയുന്നത്. അപ്പോൾ അവരുടെ പരിക്കെങ്ങനെ, പോലീസിൻ്റെ ഇടപെടൽ എങ്ങനെ, മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെ അതിന് ശേഷം എന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വണ്ടൂരിലേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് പോയ ഉടനെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവര് വളരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഏത് രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഈ ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് അല്ലേ? അങ്ങയുടെ അതെ തരൂർ എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരുന്നു, അതിൽ പങ്കെടുക്കാനാണ്. വരുന്ന വഴിയിലാണ് ആക്രമിക്കപ്പെട്ടത്. പിന്നീട് പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അതെ. ഈ ഗൺമാൻ ആണ് കൂടുതൽ പരിക്കേറ്റത്, ഗൺമാൻ ആണ് പരാതി നൽകിയിട്ടുള്ളത്, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അതെ, അങ്ങനെയാണ്. യെസ്, വ്യക്തമാണ്. അതാണ്
ഡോക്ടർ ശശി തരൂരിൻ്റെ താങ്ക് യു സോ മച്ച് AP അനിൽകുമാർ. അതാണ് ശശി തരൂർ MP-ക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുന്നു. മലപ്പുറം വണ്ടൂരിൽ വെച്ചാണ് സംഭവത്തിൽ ഗൺമാന് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് വിവരം. പരിക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.